ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നന്ദുവിന്റെ ഈ അവസ്ഥയിൽ ഞാനും എത്തും. ഞാനും ഉൾവലിഞ്ഞ് ഒരു മുറിയിലായി പോവും. ആരെന്ത് ചോദിച്ചാലും മറുപടി പറയാതെ ശൂന്യമായിട്ട് അങ്ങനെ നന്ദുവിനെ പോലെ ഞാനും ഉണ്ടാവും. നന്ദു, നമുക്ക് കിട്ടിയ ഈ നല്ല ജീവിതം കൈവിട്ട് കളയല്ലേ നന്ദു, പ്ലീസ്. എനിക്ക് നന്ദുവിന്റെ കൂടെ ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കണം. ജീവിതത്തിൽ ഒരു ഘട്ടം മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. സന്തോഷവും ശാന്തതയും അനുഭവിച്ച് കടന്നു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് എല്ലാം തകിടം മറിഞ്ഞു. നന്ദു, ജീവിതം വെറുതെ കളയല്ലേ. നമുക്ക് ജീവിക്കണ്ടേ നന്ദു? ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകണ്ടേ? ഭാർഗവി ആന്റി പറഞ്ഞപ്പോ അന്ധവിശ്വാസം പോലെയാ ഞാൻ തള്ളിക്കളഞ്ഞത്. പക്ഷേ പിന്നീട് ഓരോന്ന് തമ്മിൽ ചേർത്ത് ചിന്തിച്ചപ്പോ ആന്റി പറഞ്ഞതിൽ എന്തോ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി. നന്ദുവിനെതിരെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. മാങ്ങാത്തൊലി ചേച്ചി, ചേച്ചി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രതിനിധിയാ. നിയമസഭ, സാമാജിക, ഇങ്ങനെയുള്ള അനാവശ്യ വിശ്വാസങ്ങൾ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ മുൻപിൽ നിൽക്കേണ്ട ആള്. ചേച്ചി ഈ രീതിയിൽ ചിന്തിക്കുന്നത് കഷ്ടമാണ്. നന്ദേട്ടൻ ആരെന്ത് ചെയ്തുന്നാ? ശരി, അറിയാത്ത കാര്യത്തിന് അഭിപ്രായം പറയണ്ട. എന്നാ അറിയുന്ന അമ്മ പറ. കൈവശം ശുദ്രം ചെയ്യല് ഇതൊക്കെ കണ്ണടച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. നിന്റെ പ്രായത്തിൽ എനിക്കും ഇതിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു. അനുഭവങ്ങൾ വരണം, അപ്പോഴേ നമുക്ക് സമയദോഷം, ജാതകദോഷം എന്നൊക്കെ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാവും. അമ്മ ഇതൊക്കെ ശരി, നീ ഇങ്ങനെ എല്ലാ കാര്യത്തിലും എതിര് നിന്നാ എങ്ങനെയാ? മിണ്ടായിരിക്കേ. മോളെ, നമുക്ക് നല്ലൊരു ജ്യോതിഷനെ ചെന്ന് കാണാം. ദേ അച്ഛാ, ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ദേ ചേച്ചി, ജ്യോത്സ്യനോ മന്ത്രവാദിയോ ഒന്നും അല്ല, നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണണ്ടേ. നമുക്ക് പോയി നോക്കാം. നല്ല ഡോക്ടേഴ്സ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഡോക്ടറെ കാണാം, അതിന്റെ കൂടെ ഒരു ജ്യോത്സ്യനെയും കൂടി കാണാം. ആ ബെസ്റ്റ്. ജാതകമൊക്കെ നോക്കി ദോഷം കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ. ദോഷം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതുപോലുള്ള ചിന്തകളാ ദോഷം.